നമ്മൾ അറിയാതെ തന്നെ വീക്കായിട്ടുള്ളൊരു തലമുറേനെയാണ് വാർത്തെടുക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കുട്ടികളെ നമ്മുടെ ചുറ്റുപാടുകളിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആക്ച്വലി നമ്മളവരെ വീക്കാക്കിയാണോ അതോ അവരെ സ്ട്രോങ് ആക്കിയാണോ ചെയ്യുന്നത്? എല്ലാ പേരൻസും ഒരു കാര്യം തന്നെയാണ് ആഗ്രഹിക്കുന്നത്, എൻ്റെ കുട്ടി കഷ്ടപ്പെടരുത്, എൻ്റെ കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്, അവൻ അല്ലെങ്കിൽ അവൾ ഏറ്റവും നല്ല ചുറ്റുപാടിൽ തന്നെ വളർന്നു വരണം എന്നാണ് എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നത്. അവരുടെ എല്ലാ പ്രോബ്ലംസും നമ്മൾ തന്നെ സോൾവ് ചെയ്യണം, അവരെ ഒരിക്കലും ഫെയിൽ ചെയ്യാൻ സമ്മതിക്കരുത്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർ അപ്സെറ്റ് ആകുമ്പോൾ അത് നമ്മൾ തന്നെ മാറ്റി കൊടുക്കണം എന്നൊക്കെയാണ് എല്ലാ പേരൻസും ചിന്തിക്കുന്നത്. ഇതൊക്കെ സ്നേഹം കൊണ്ട് തന്നെയാണ് ഒരു പേരൻറ്റ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത് ആ കുട്ടി ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോഴാണ്, അല്ലാതെ കംഫർട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴല്ല. ഒരു കുട്ടി അവൻ്റെ ജീവിതത്തിൽ നോ എന്ന വാക്ക് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ സിറ്റുവേഷൻസിൽ നോ എന്ന് കേൾക്കേണ്ടി വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ സിറ്റുവേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആ കുട്ടിക്ക് ചിലപ്പോൾ അറിയാതെ പോകും. ഒരു പേരൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സ്നേഹം കൊണ്ട് പൊതിയുക എന്നുള്ളതോ അല്ലെങ്കിൽ ആ കുട്ടിയെ കഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല, പകരം ആ കുട്ടിയെ കഷ്ടങ്ങളും ഇമോഷൻസും ഹെൽത്തി ആയിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. സ്ട്രോങ് ആയിട്ടുള്ള കുട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാത്ത കരയാത്ത കുട്ടികളെയല്ല സ്ട്രോങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകരം ഹെൽപ്പ് ചോദിക്കുന്നത് വീക്ക്നെസ് അല്ല എന്ന് മനസ്സിലാക്കിയ കുട്ടികളാണ് സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികൾ. കുട്ടികളെ എല്ലാ മഴയിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതല്ല പേരൻറ്റിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകരം ഒരു കുട്ടിയെ മഴയിൽ കൂടെ എങ്ങനെ നടക്കാമെന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് പേരൻറ്റിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ സ്ട്രോങ്ങർ ആകാൻ സഹായിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താ ഉള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്നിട്ട് കമൻസിൽ ഷെയർ ചെയ്യും.